നിങ്ങളൊരു റൂം മേക്കർ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 6 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുത്താൽ മാത്രം പോരാ. ഈ ഒരു 4 സൈഡും ചേർത്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ജെമിനി അല്ലെങ്കിൽ ChatGPT ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്ര പോർഷനാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ളത് എന്ന്. ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് വേണം. ഞാൻ ചെയ്ത പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ പ്രോംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പോർഷൻ ഫുള്ള് കാണേണ്ടി വരും. ഒരു പ്രോംപ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് 2 ടൂൾസാണ്. ഒന്നില്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ ജെമിനി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ChatGPTയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു പോർഷനിൽ എന്ത് കൊടുക്കണമെന്ന് ആദ്യം നമുക്ക് നമ്മുടേതായിട്ട് ബേസ് ഐഡിയ വേണം. ആ ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളാണ്. കാരണം ഏതൊരു റൂമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ആണ് വേണ്ടത്. ഞാനൊരു എസ്തെറ്റിക് പ്ലസ് പിൻട്രസ്റ്റി വൈബുള്ള റൂമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ChatGPTയോട് പറഞ്ഞു ഒരു എസ്തെറ്റിക് പ്ലസ് ഒരു പിൻട്രസ്റ്റി വൈബായിട്ടുള്ള ഒരു റൂം വേണം. പുള്ളി തരണം എന്നല്ല, നമുക്ക് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു വാളിൻ്റെ കളർ ഒരു ഗ്രീൻ പ്ലസ് ലൈറ്റ് കോംബോയാണ്. കൂടാതെ ഇതെനിക്കൊരു AI കിറ്റ് കൊടുത്ത് അവിടെ നിന്ന് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ChatGPT ചെറിയൊരു പ്രോംപ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നു. ആ പ്രോംപ്റ്റ് കൊണ്ട് ഞാൻ ജെമിനിയിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു AI ഇമേജ് ജനറേറ്റ് ചെയ്തു. ആ ഒരു ഇമേജാണ് ഇത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. എൻ്റെ പ്രോംപ്റ്റിന് വേണ്ടി വന്നായിരിക്കും അല്ലേ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കാണണം. നമ്മൾ 3 സ്റ്റെപ്പ് ഓൾറെഡി കഴിഞ്ഞു. നമ്മളിപ്പോൾ മുന്നിലാണ്. നമ്മൾ ഫോട്ടോ ചെയ്തു, അതുപോലെ പ്ലാൻ ചെയ്തു, പ്രോംപ്റ്റ് ചെയ്തു. ഇത് 3 വരുന്ന ഫസ്റ്റ് 3 സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് കാണാം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനാണ്. ഇനി ലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? ലിസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഹാവ്, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ഉള്ളൂ, സിമ്പിളാണ്. ഭയങ്കരമുള്ള ലിസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നു തരാം. ഇപ്പം നമുക്ക് റെഫറൻസ് ഇമേജ് കിട്ടി. പക്ഷെ ആ ഇമേജ് എങ്ങനെ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യും? ആ ഒരു സാധനം ബിൽഡ് ചെയ്താലേ അതൊരു ഭംഗിയുള്ള റൂമായി മാറുള്ളൂ. അതിന് വേണ്ടി പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യണം. പ്ലാൻ ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിൽ നമ്മൾ തിരിച്ചു. ഒന്ന് ബൈ ചെയ്യേണ്ടതും പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതും. ഈ കട്ടിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി കയ്യിലുണ്ടാവില്ലേ. അതേപോലെ മേടിക്കേണ്ട കുറച്ച് എസ്തെറ്റിക് പിൻട്രസ്റ്റ് റൂമാക്കാൻ വേണ്ടിയിട്ട് ഒരു മിററോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളല്ലേ ബൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ 2 കാറ്റഗറി എടുത്തിരിക്കണം. എന്നിട്ട് ഈ 2 കാറ്റഗറിയുള്ള സാധനം അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിംഗ് ഉള്ളത്. ബാക്കിയാ ഫുഡ് കഴിക്കട്ടെ. ഒരു കാര്യം പറയുമ്പോൾ ഈ സാധനങ്ങൾക്ക് ലിസ്റ്റ് ചെയ്താൽ മാത്രം മേടിക്കണമല്ലോ. സോറി ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് നൈസ് ക്ഷമിക്കണേ. ചെന്നടക്കട ഇങ്ങനെ കട്ട് ചെയ്തോണ്ട് എനിക്ക് റീഷൂട്ട് ഒരു 5ാമത്തെ വിട്ടാൽ കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഈ പീസിൻ്റെ നമ്മൾ കൊച്ചുങ്ങളല്ലേ, സോ അച്ഛനും അമ്മയുടെയും ചെയ്യുന്ന മേടിക്കേണ്ടി വരും. അപ്പം അങ്ങനെ എൻ്റെ 2-3 മാസത്തെ പ്രയത്നങ്ങൾ കിട്ടിയതാണ് ഇത്. ഇതൊരു ചാർജറായിട്ട് യൂസ് ചെയ്യാം, ലൈറ്റായിട്ട് യൂസ് ചെയ്യാം, വേണം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം, ഒരു ക്ലോക്കുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി യൂസ്ഫുൾ പ്രൊഡക്റ്റാണിത്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. കേബിൾ ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്. ഇത് ആവശ്യമില്ല, ഇത് ആവശ്യമുണ്ട്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? ഇത് ഓൺ ആക്കിയിട്ടുള്ള സാധനം അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ഒരു വാൾ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെ അൺബോക്സ് ചെയ്യല്ലേ? ബി ഓണസ്റ്റ് ആയിട്ട് പറയാം, ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഗ്ലോസി പ്ലസ് പ്രീമിയം ഫീൽ. ക്വാളിറ്റി നിങ്ങൾ തന്നെ നോക്ക്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5th സ്റ്റെപ്പാണ്. 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ബൈ ചെയ്യണം എന്നുള്ളതാണ്. അത് എവിടെ നിന്ന് ബൈ ചെയ്യണമെന്ന്. നമുക്ക് 3 പ്ലാറ്റ്ഫോമാണുള്ളത്. ഒന്ന് ഇത് ഫ്ലിപ്കാർട്ട്, 2 ആമസോൺ, 3ാമത്തേത് മീഷോ. ഇത് 3ലും ഉള്ള കമ്പാരിസൺ എന്താ വെച്ചാൽ ആമസോണിൽ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ റേറ്റ് കൂടുതലാണ്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവും, അതേപോലെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ. പക്ഷേ മീഷോ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ റൂം ഡെക്കോറിന് പറ്റിയ ഐറ്റംസിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കൂടാതെ റേറ്റ് നല്ല കുറവാണ്, നല്ല കമ്മിയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ യോജിച്ച പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക, അതായിരിക്കും നല്ലത്. ഞാനായിട്ടൊരു സജഷൻ വെക്കുന്നില്ല, ഞാൻ സജഷൻ വെച്ചത് ഇത് 3ആണ്. ഇത് 3ൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പം അത്രേ ഉള്ളൂ. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ബൈ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ 5th സ്റ്റെപ്പ്. 5th സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫുള്ള് ഒട്ടിക്കാം. ഈ പോൾ റോഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുമാത്രമല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്കിപ്പോൾ സ്പെഷ്യലായിട്ട് ഓർഡേഴ്സ് അതുമല്ല, അവർക്കിപ്പോൾ സ്പെഷ്യലായിട്ട് ഓഫേഴ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ഇപ്പം മേടിക്കുകയാണെങ്കിൽ ലാഭത്തിന് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല, അത്രേ ഉള്ളൂ. കൂടാതെ ഇതിൻ്റെ ലിങ്ക് കിട്ടില്ല, കാരണം ഇത് കണ്ടിട്ട് സ്പെഷ്യലായിട്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്നായതുകൊണ്ട് ലിങ്ക് ഇല്ല. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് സാധനം വല്ല ലിങ്ക് ഞാൻ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ കാണുവാണെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ.
നല്ല ചൂടായ വേണ്ട കുറച്ച് തണുത്ത ജ്യൂസ് കൂടി നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ഭംഗിയുള്ള വാൾ കഴിഞ്ഞു. ഇനി ഈ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വാൾസ് എല്ലാം സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫൈനൽ പാർട്ടായ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ മിസ് ഔട്ട് ആവും. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റും. കൂടാതെ ഇനി ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു റിസർച്ച് ചെയ്തു. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് സിമ്പിളായിട്ട് അത് വിഷ്വലി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തു, വീണ്ടും റീവർക്ക് ചെയ്തു, വീണ്ടും സ്ക്രിപ്റ്റ് ചെയ്തു നാക്കൻ ഉളുക്കുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്ര നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ എഫേർട്ടായിട്ട് എടുക്കുന്നുള്ളൂ. ഞാൻ ഇത്ര എഫേർട്ട് ചെയ്ത് സ്ഥിതിക്ക് നിങ്ങൾ അത്രയെങ്കിലും ചെയ്യണ്ടേ എനിക്ക് വേണ്ടി. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ ഫൈനൽ പാർട്ട്. അപ്പോൾ അത് മിസ്സാവണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.